ഹായ് സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റിയുടെ BBA ആനുവൽ സ്കീം ത്രൂ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന കോഴ്സ് BBA ആനുവൽ സ്കീം ത്രൂ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോഴ്സായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സെക്കൻഡ് ഇയറിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ബിസിനസ് ലോ, അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ് എന്നീ പേപ്പറുകൾക്കൊപ്പം അല്ലെങ്കിൽ എന്നീ കോഴ്സുകൾക്കൊപ്പം പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഒരു BBA വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടത്തിലേക്ക് MBAക്ക് പോകുമ്പോൾ അവിടെ എലക്റ്റീവ്സ് സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിൽ ബേസിക് സബ്ജക്ട്സ് പഠിക്കാനുള്ളൊരു അവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇന്നേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം, മാനേജ്മെൻറ്റ് മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ളൊരു ഡിസിപ്ലിനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത്, അതിൻ്റെ വിവിധ സബ് ഏരിയാസ് 10 മോഡ്യൂളായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 10 മോഡ്യൂളടങ്ങുന്ന സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രസൻറ്റേഷൻ വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ടു ഹാവ് എൻ ഐഡിയ അബൌട്ട് ദ വേരിയസ് ടോപ്പിക്സ് ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ഇൻ ദിസ് ഇയർ. ഇപ്പോൾ ഈ ആനുവൽ സ്കീമിൽ ഒരു വർഷം കൊണ്ട് പഠിച്ചു തീർക്കേണ്ട 10 മോഡ്യൂൾസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, ഒരു സിലബസിനെ സംബന്ധിച്ചിടത്തോളം ആ സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് അതിൻ്റെ ഓബ്ജക്റ്റീവാണ്, പിന്നെ ഒന്ന് അതിൻ്റെ വേരിയസ് മോഡ്യൂൾസാണ്, കൂടാതെ ബുക്സ് റെക്കമെൻഡഡ് ഓർ ദ റെക്കമെൻഡഡ് ബുക്സ്. നമുക്ക് നമ്മുടെ സബ്ജക്ട്സ് എന്താണെന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി മോഡ്യൂൾസിലേക്ക് പോകാം. പക്ഷെ അതിനു മുമ്പായിട്ട് ജസ്റ്റ് സീ ദ ഒബ്ജക്റ്റീവ്. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് കോഴ്സ്, Human Resource Management course for the BBA program. This is to familiarize students with the basic principles of HRM. ഫെമിലറൈസ് ചെയ്യാന്ന് വെച്ചാൽ പരിചിതമാക്കുക അല്ലെങ്കിൽ പരിചയപ്പെടുത്തുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ BBA വിദ്യാർത്ഥികൾക്ക് HRMൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, അടിസ്ഥാന തത്വങ്ങൾ, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് HRM MBA ലെവലിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടി നിങ്ങളവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അതിനുള്ളൊരു ബേസ്, ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് HRM ഒരു 10 മോഡ്യൂളുകൾ വഴി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഉദ്ദേശം. സോ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് കോഴ്സ് ഈസ് ടു ഫെമിലറൈസ് ദ സ്റ്റുഡൻസ് വിത്ത് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് HRM. അതിന് 10 മോഡ്യൂൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ 10 മോഡ്യൂൾസ് നമുക്ക് നോക്കാം. എന്നിട്ട് ആ ബുക്സ് റെക്കമെൻഡഡ് ഏതൊക്കെയാണെന്നും ഏറ്റവും അനുയോജ്യമായ ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണെന്നും നോക്കാം. കാരണം ഏതൊരു വിഷയം പഠിക്കുമ്പോഴും 3 കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഒന്ന് അതിൻ്റെ സിലബസാണ്, 2 സ്റ്റഡി മെറ്റീരിയൽസാണ്, മൂന്നാമത്തത് അതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ ഈ 3S വളരെ പ്രധാനപ്പെട്ട ഈ 3Sകളാണ് നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അത് ഏത് കോഴ്സായാലും, BCom ആയാലും BBA ആയാലും MCom ആയാലും MBA ആയാലും എനി കോഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ സിലബസ്. Then you should be familiar with the various study materials available or that study materials that is to be referred for scoring high marks, and also the sample questions, university questions, other model questions, as well as the questions given at the end of each chapter, and also the model question given at the end of the textbook. So let us study the various, let us analyze the various modules, the 10 modules. First of all, there is an introductory chapter. In the introduction, even though it is not specifically mentioned in the syllabus, you have to study the meaning and definition, the evaluation and the features of human resource management. അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ആധികാരികമായ ഡെഫിനേഷൻസ്, വിവിധ ഓതേഴ്സ് നൽകിയുള്ള ഡെഫിനേഷൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ഒപ്പം തന്നെ എവല്യൂഷൻ. കാരണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇന്നത്തെ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ നിന്ന് ഇന്നത്തെ ആ രൂപമാറ്റം എങ്ങനെ സംഭവിച്ചു, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. So first of all, introduction, meaning, definition, features, evolution, etc. Then comes the most important topic in the syllabus, that is the significance and scope of HRM. Significance and scope of HRM
Then the distinction between HRM and personal management. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പേഴ്സണൽ മാനേജ്മെൻറ്റ്, നേരത്തെ ഇതിൻ്റെ പേര് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നായിരുന്നു. ഈ പേഴ്സണൽ മാനേജ്മെൻറ്റും HRM തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ HRM ആൻഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ്? Then the various functions of HRM. Functions of HRM. Then the role of HR managers. What is the role of HR managers in the present context? Then the system approach to HRM. ഇപ്പോൾ മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ സിസ്റ്റം അപ്രോച്ച്, ബിഹേവിയറൽ അപ്രോച്ച്, കണ്ടിജൻസി അപ്രോച്ച്, ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കേണ്ടത് HRMൻ്റെ ആ ഒരു സിസ്റ്റം അപ്രോച്ച്. വാട്ട് ഇസ് എ സിസ്റ്റം, വാട്ട് ഇസ് സിസ്റ്റം അപ്രോച്ച്, വാട്ട് ഇസ് സിസ്റ്റം അപ്രോച്ച് ടു HRM എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രഡക്ഷൻ, ദെൻ സിഗ്നിഫിക്കൻസ് ആൻഡ് സ്കോപ്പ്, distinction between HRM and personal management, then the functions of HRM, role of HR managers, and system approach to human resource management. That's given in the first module. Now let us see the second module. In the second module, the topic is human resource planning. You know the importance of planning and management. So in human resource management also planning is very, very important. The planning of the HR, human resource, the most important resource, the most important yum, that is men, which determines the success provided by other M's. Collecting, coordinating, and utilizing various resources, that is the main function of HR. So how HR is to be planned? Planning of the HR. The need and importance of HR planning. HRP എന്ന് വിളിക്കാവുന്ന ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ നീഡ് ആൻഡ് മീനിങ് നോക്കണം. മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ആൻഡ് ഓൾസോ ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, പ്രോസസ്, strategies of HRP, then the advantages as well as the limitations of HRP, and also managing HR in challenging times. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിലെ ടോപ്പിക്കെങ്കിലും അവിടെ HRP എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം കൂടെ നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദറ്റ് ഈസ് മാനേജിങ് HR in the challenging times, the present day business world in which the business concerns face several challenges. വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. മോഡേൺ വേൾഡിനെ വൂക്ക വേൾഡ് എന്നൊക്കെയാണ് വിളിക്കുക. വോളറ്റൈലായിട്ടുള്ള, അൺസേർട്ടൺ ആയിട്ടുള്ള, കോംപ്ലെക്സ് ആയിട്ടുള്ള, ആംബിക്വസ് ആയിട്ടുള്ള ഇന്നത്തെ ബിസിനസ് വേൾഡ്, അതാണ് ചാലഞ്ചിങ് ബിസിനസ് വേൾഡ്. മാറ്റങ്ങൾ, വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു പ്രസൻറ്റ് ഡേ ബിസിനസ് വേൾഡിൽ വൂക്ക എന്നറിയപ്പെടുന്ന വോളറ്റൈൽ, ചാഞ്ചല്യമുള്ള, അൺസേർട്ടൺ, അനിശ്ചിതത്വമുള്ള, കോംപ്ലെക്സ്, അങ്ങേയറ്റം സങ്കീർണമായ, ആംബിക്വസ്, അവ്യക്തത നിറഞ്ഞ ഇന്നത്തെ ബിസിനസ് ലോകത്ത് ഏറെ വെല്ലുവിളികളാണ് ഒരു HR മാനേജർ നേരിടേണ്ടത്. അപ്പോൾ ആ ഒരു ഈ ചലഞ്ചിങ് ടൈമിൽ എന്തൊക്കെ രീതിയിൽ HR മാനേജ്മെൻ്റ് ആവാം. സോ മാനേജിങ് HR, പ്ലാനിങ് HR in the challenging times, that's also given in the second module. So the second module deals with HRP or human resource planning. So as an introduction, we have to study the meaning, definition and features of HRP, the need and importance of HRP, process of HRP, strategies of HRP, advantages and limitations, as well as the managing HR in challenging times, plus one more thing, the difference between HRM and HRP. സിലബസിലെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ആ ഡിഫറൻസ് അത് നമുക്ക് നോക്കാം ഈ ഒരു മോഡ്യൂളിൽ. Now the third module. Third one is job analysis. The third topic is job analysis. Here also you have to study the meaning, definition, etc. of job analysis. Even though it is not given in the syllabus specifically, you should study what is job analysis, definition of job analysis, its features, etc. Then specifically it is stated that you should study the purpose. What is the purpose of job analysis? Then the contents of job analysis. Then various methods of job analysis and also related terms, job description as well as job specification. Along with job analysis, we'll have to study job description and job specification, its meaning, and also the difference between job analysis and job description, job analysis and job specification, job description and job specification. Even though it is not specifically mentioned, we have to study the difference also. So the third module, job analysis, its meaning and definition, features, etc. Then the purpose, it is specifically stated. Then contents, then methods, what are the various methods used for analyzing job, then job description, job specification,
and difference between these terms. That is the third module. Now the fourth one, it is the HR recruitment and selection. Human resource recruitment and selection. ഒരു സ്ഥാപനത്തിന് ആവശ്യമായ ഹ്യൂമൻ റിസോഴ്സ് HR പ്ലാനിങ് നടത്തി ജോബ് അനാലിസിസ് നടത്തി നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ആ സ്ഥാനങ്ങൾ ഓരോന്നും ഫില്ല് ചെയ്യണം. അതിന് റിക്രൂട്ട്മെൻറ്റ് നടത്തണം, സെലക്ഷൻ നടത്തണം. അപ്പോൾ എന്താണ് റിക്രൂട്ട്മെൻറ്റ്, എന്താണ് സെലക്ഷൻ? Various approaches to recruitment, various sources of recruitment, direct and indirect, external and internal. There are several sources. സ്റ്റാഫിംഗ് ഫംഗ്ഷൻ മാനേജ്മെൻറ്റിൽ നിങ്ങൾ പഠിച്ചു, ഫസ്റ്റ് ഇയറിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പഠിച്ചു. അവിടെ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ പഠിച്ചതാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. എല്ലാം വിശദമായിട്ട് നമുക്ക് നോക്കാം, ഒരു സെപ്പറേറ്റ് മോഡ്യൂളായിട്ട് തന്നെ പഠിക്കാം. എന്താണ് റിക്രൂട്ട്മെൻറ്റ്, എന്താണ് സെലക്ഷൻ, വേരിയസ് അപ്രോച്ചസ് എന്നൊക്കെയാണ്. വേരിയസ് സോഴ്സസ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സോഴ്സസ്, ഇപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ ഉൾപ്പെടെയുള്ള ഡിഫറെൻറ്റ് സോഴ്സസ് നമുക്ക് നോക്കാം. ദെൻ പോളിസി, HR പോളിസിയുടെ ഭാഗമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് പോളിസി, സെലക്ഷൻ പോളിസി, റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ, സെലക്ഷൻ പ്രൊസീജിയർ. സോ ദീസ് ആർ ദ വേരിയസ് ടോപ്പിക്സ് ടു ബി കവേർഡ് ഇൻ ദിസ് മോഡ്യൂൾ. സോ HR റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനുള്ള മോഡ്യൂളാണ് പഠിക്കേണ്ടത്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, അവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ദെൻ അപ്രോച്ചസ്, ദെൻ സോഴ്സസ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, എസ്പെഷ്യലി സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. Then the policy relating to recruitment, policy relating to selection, also the procedure for recruitment and selection. Along with this, you have to study the various psychological tests, aptitude test പോലെയൊക്കെയുള്ള പല സൈക്കോളജിക്കൽ ടെസ്റ്റ്, IQ ടെസ്റ്റ് ഒക്കെ സാധാരണ ഇതിൽ ഈ സെലക്ഷൻ പ്രോസസ്സിൽ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഏതൊക്കെയാണ് അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയാണ് ഫോർത്ത് മൊഡ്യൂൾ. സോ ഫോർത്ത് മൊഡ്യൂൾ ഡീൽസ് വിത്ത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. Now the next one, or module 5, 10 മോഡ്യൂൾസിൽ അഞ്ചാമത്തത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ്, അപ്പോൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്താൽ, അവരെ റിക്രൂട്ട് ചെയ്ത് സെലക്ട് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പോസ്റ്റിംഗ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പും കൊടുത്തു കഴിഞ്ഞും ദേ ഷുഡ് ബി ട്രെയിൻഡ്. അവരിലുള്ള കോമ്പീറ്റൻസി, കേപ്പബിലിറ്റി പൂർണ്ണമായിട്ട് സ്ഥാപനത്തിൽ ലഭിക്കണമെങ്കിൽ ദേ ഷുഡ് ബി ട്രെയിൻഡ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് അറിയണമെങ്കിൽ അവർക്ക് റെഫ്രഷർ ട്രെയിനിങ് കൊടുക്കണം. ഇപ്പോൾ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്, റെഫ്രഷർ ട്രെയിനിങ് തുടങ്ങി ഓൺ ദി ജോബ് ട്രെയിനിങ്, ഓഫ് ദി ജോബ് ട്രെയിനിങ് തുടങ്ങി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം സ്റ്റാഫിംഗ് പഠിച്ചപ്പോഴും മാനേജ്മെൻറ്റിൽ. അപ്പോൾ അതൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കണം. എന്താണ് ട്രെയിനിങ്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ നീഡ് എന്താണ്, ദ നീഡ് ഫോർ ട്രെയിനിങ്, ദ പ്രോസസ് ഓഫ് ട്രെയിനിങ്, ദ ടെക്നിക്സ് ഓഫ് ട്രെയിനിങ്, ദ ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ്, ഓൾസോ ദ ട്രെയിനിങ് ഇവാലുവേഷൻ. അപ്പോൾ ട്രെയിനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ ആവശ്യകത സ്പെസിഫിക്കായിട്ട് പറയുന്നു. നീഡ് ഫോർ ട്രെയിനിങ്, പ്രോസസ് ഓഫ് ട്രെയിനിങ്, ടെക്നിക്സ് ഓഫ് ട്രെയിനിങ്, വാട്ട് ആർ ദ വേരിയസ് ടെക്നിക്സ് യൂസ് ഫോർ ട്രെയിനിങ്, ദെൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ്, ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്, ഓൾസോ ദ ട്രെയിനിങ് ആൻഡ് ഇവാലുവേഷൻ. ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ മുടക്കുന്ന പണം, സമയം, അത് പ്രയോജനകരമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് അറിയണം. അതിന് ട്രെയിനിങ് ഇവാലുവേറ്റ് ചെയ്യണം. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഏതൊക്കെ തരത്തിലെ എംപ്ലോയീസ് മാറി, ആ മാറ്റം എങ്ങനെ സ്ഥാപനത്തിനെ ബാധിക്കാം, ആ തരത്തിലുള്ള ട്രെയിനിങ് ഇവാലുവേഷൻ ഉണ്ടാവണം. സോ ട്രെയിനിങ് സംബന്ധിച്ച് മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ദെൻ നീഡ്, പ്രോസസ്, ടെക്നിക്സ്, ബെനിഫിറ്റ്സ് ആൻഡ് ട്രെയിനിങ് ഇവാലുവേഷൻ. ദാറ്റ് ഈസ് എ ഫിഫ്ത്ത് മോഡ്യൂൾ ദാറ്റ് ഡീൽസ് വിത്ത് ട്രെയിനിങ്, അല്ലെ പരിശീലനം. തൊഴിലാളികൾക്കുള്ള പരിശീലനം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ നോക്കേണ്ടത്. ദെൻ കംസ് ദ പെർഫോമൻസ് അപ്രൈസൽ. ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ ലഭിച്ച് നിയമനം ലഭിച്ച് വരുന്ന ആളുകൾ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് നടത്തുക, ആ പെർഫോമൻസിൻ്റെ ഒരു വിലയിരുത്തൽ, പെർഫോമൻസ് അപ്രൈസൽ. അതിൻ്റെ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ, അതിൻ്റെ നീഡ് അല്ലെങ്കിൽ ആവശ്യകത, അതിൻ്റെ യൂസസ്, പർപ്പസ്, പ്രോസസ് ആൻഡ് മെത്തേഡ്സ്. ഇവിടെ നമുക്ക് ദ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ നോക്കണം, ദ പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ നോക്കണം, അതിൻ്റെ പർപ്പസ്, അതിൻ്റെ യൂസസ്, കൂടാതെ നീഡ്, and also the meaning and definition. So in the sixth module we are study performance appraisal. ഓരോ എംപ്ലോയീസിൻ്റെയും പ്രവർത്തനം വിലയിരുത്തലാണ്. അപ്പോൾ എന്താണ് ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് നോക്കണം, അതിൻ്റെ നീഡ്, യൂസസ്, പർപ്പസ്, പ്രോസസ് ആൻഡ് മെത്തേഡ്സ്. അപ്പോൾ ഇതാണ് സിക്സ്ത് മോഡ്യൂൾ, പെർഫോമൻസ് അപ്രൈസൽ. Now the next module, that is the seventh module. Seventh one is performance management. ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസലൊക്കെ നടത്തി അവരുടെ പ്രവർത്തനം വിലയിരുത്തി. സംടൈംസ് they may be above the average, sometimes they may be below the average, or sometimes they may be average. There may be best employees, average employees and
വെരി ലോ പെർഫോമിംഗ് എംപ്ലോയീസ്. ഇതിൽ അവരെ പെർഫോമൻസ് മാനേജ് ചെയ്യണം. സ്ഥാപനത്തിന് നേട്ടം ഉണ്ടാകുന്ന തരത്തിൽ ഓർഗനൈസേഷണൽ ഗോൾസ് നേടാൻ വേണ്ടി ഒപ്പം വ്യക്തികളുടെയും പേഴ്സണൽ ഗോൾസ് നേടണമെങ്കിൽ ദർ ഈസ് ദ നീഡ് ഫോർ മാനേജിങ് ദ പെർഫോമൻസ്. സോ പെർഫോമൻസ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്? അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റീവ്സ്, characteristics plus the functional areas of performance management. There are various functional areas of പെർഫോമൻസ് മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷണൽ ഏരിയയിൽ ഒന്നാണ് HR-ൻ്റെ ഫങ്ഷണൽ ഏരിയയിൽ ഒന്നാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. പെർഫോമൻസ് മാനേജ്മെൻറ്റ് വീണ്ടും ഉണ്ട് ഫങ്ഷണൽ ഏരിയാസ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ശ്രദ്ധിക്കുക. 7ാമത്തെ മൊഡ്യൂളിൽ what is performance management, its meaning and definition, features etc. as an introduction. Then specifically the principles of performance management, objectives of performance management, characteristics of performance management, functional areas of performance management, and also the benefits of performance management. That is the 7th module which deals with performance management. Then comes the 8th one, that is career planning and management development. 2 ആസ്പെക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് കരിയർ പ്ലാനിങ് ആൻഡ് ഓൾസോ കരിയർ മാനേജ്മെൻറ്റ്, കൂടാതെ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. കരിയർ പ്ലാനിങ്ങായിട്ട് റിലേറ്റഡ് ഉള്ള കരിയർ മാനേജ്മെൻറ്റ് പഠിക്കണം, ഒപ്പം തന്നെ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റും ഉണ്ട്. സോ ദ ടോപ്പിക് ഈസ് കരിയർ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. നമുക്ക് 2ആയിട്ട് തന്നെ കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ കരിയർ പ്ലാനിങ്. അപ്പോൾ എന്താണ് കരിയർ പ്ലാനിങ്, എന്താണ് കരിയർ മാനേജ്മെൻറ്റ്? ഒരു വ്യക്തിയുടെ ലൈഫിൽ അയാൾ ഏതെങ്കിലും ഒരു ജോലി സ്വീകരിച്ച് അല്ലെങ്കിൽ ഒരു ഓക്കുപേഷൻ സ്വീകരിച്ചാൽ അത് അവസാനിക്കുന്നിടം വരെ, അയാളുടെ ജീവിത അവസാനം വരെ ആ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദ കരിയർ. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാം, അതെങ്ങനെ പ്ലാൻ ചെയ്യാം, അതിൻ്റെ മീനിങ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ പ്ലാനിങ്. സ്പെസിഫിക്കലി ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് വി ആർ സ്റ്റഡി ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ പ്ലാനിങ്, ദ നീഡ് ഫോർ കരിയർ പ്ലാനിങ്. അപ്പോൾ കരിയർ പ്ലാനിങ് സംബന്ധിച്ച് എടുത്തു പറയുന്ന കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് പഠിക്കണം, നീഡ് പഠിക്കണം, കരിയർ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കണം, അല്ല കരിയർ പ്ലാനിങ്ങും കരിയർ മാനേജ്മെൻറ്റുള്ള വ്യത്യാസം നോക്കണം, രണ്ടിൻ്റെയും മീനിങ് ആൻഡ് ഡെഫിനിഷനും കാണും. So the meaning and definition of career planning, career management, its objectives, its need. അടുത്ത സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. ടോപ്പ് ലെവൽ എംപ്ലോയീസിന്, ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള എക്സിക്യൂട്ടീവ്സിൻ്റെ ട്രെയിനിങ് ആണ് സാധാരണ ഇതിൽ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുക. എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് ഓർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ത്രൂ സം സ്പെസിഫിക് പ്രോഗ്രാംസ് ലൈക്ക് മെൻറ്ററിങ്, കോച്ചിങ് എക്സെട്ര. അപ്പോൾ ആ രീതിയിലുള്ള മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത്, അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, ആൻഡ് ഓൾസോ ദ മെത്തേഡ്സ്. വേരിയസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. So what are the various methods of management development? So the need and importance of management development and also methods of management development. 8ാമത്തെ മൊഡ്യൂൾ career planning and management development. Now the next module is the 9th module, that is compensation management. തൊഴിലാളികളുടെ വേതനം സംബന്ധിച്ച കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതാണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ജോബ് ഇവാലുവേഷൻ നടത്തിയിട്ട് ഓരോ ജോലിയും അതിൻ്റെ ഒരു വില നിർണ്ണയം നടത്തിയിട്ട് അതിനുള്ള റേറ്റ് ഫിക്സ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേജസ് അല്ലെങ്കിൽ സാലറീസ് ഓരോ തരത്തിലുള്ള എംപ്ലോയീസിനും, ദർ മേ ബി ബ്ലൂ കോളർ വർക്കേഴ്സ്, ദർ വിൽ ബി വൈറ്റ് കോളർ വർക്കേഴ്സ്. ഇപ്പോൾ ബ്ലൂ കോളർ വർക്കേഴ്സിനുള്ള വേജസ്, അതുപോലെ തന്നെ വൈറ്റ് കോളർ വർക്കേഴ്സിനുള്ള സാലറീസ്. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വേജസും സാലറീസൊക്കെ അക്കൗണ്ടൻസിയിൽ ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ച സമയത്ത് കണ്ടതാണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അപ്പോൾ ആ തരത്തിലുള്ള വേജസ് അല്ലെങ്കിൽ സാലറീസ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ കോമ്പൻസേഷൻ, അവരുടെ ഇൻസെൻറ്റീവ്സ്, മോണിറ്ററി ഇൻസെൻറ്റീവ്സ് സംബന്ധിച്ചത്, അവരുടെ ബോണസ്, മറ്റുള്ള അലവൻസുകൾ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംബന്ധിക്കുന്നതാണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ജോബ് ഇവാലുവേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേജസ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, ദെൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിൻ്റെയും വർക്ക് ലൈഫിൻ്റെ ക്വാളിറ്റി, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഓൾ ദീസ് ഡിപ്പെൻഡ്സ് ഓൺ ദ റെമ്യൂണറേഷൻ ഓർ ദ സാലറി. അയാൾക്ക് കിട്ടുന്ന വേതനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്വാളിറ്റി ഓഫ് ലൈഫും ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. അപ്പോൾ എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, അപ്പോൾ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫും ക്വാളിറ്റി ഓഫ് ലൈഫും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 3 ടോപ്പിക്സാണ് ഇതിനകത്തുള്ളത്. കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൽ ജോബ് ഇവാലുവേഷൻ, then wage and salary administration, different methods of wage payment etc. അതിൽ വരും. അതുപോലെ തന്നെ quality of work life. There is a 9th module, compensation management, which deals with the 3 aspects: job evaluation, wage and salary administration, and quality of work life. വ്യത്യസ്തമായ വേതന നിരക്കുകളും അതെങ്ങനെ എംപ്ലോയീസിൻ്റെ ക്വാളിറ്റിയിൽ ബാധിക്കും എന്നുള്ളതൊക്കെ ആ ജോബ് ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ ഫിക്സ് ചെയ്യുന്ന വേതന നിരക്കുകളെ സംബന്ധിച്ചാണ് പഠിക്കാനുള്ളതിനകത്ത്. ദറ്റ് ഈസ് ദ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്.
Now the last module, there is a 10th module, that is industrial relations. ഒരു ഓർഗനൈസേഷനിൽ, ഒരു ഇൻഡസ്ട്രിയിൽ എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻ, എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻ, എംപ്ലോയറും എംപ്ലോയിയും ട്രേഡ് യൂണിയനായിട്ടുള്ള ബന്ധം, എംപ്ലോയർ എംപ്ലോയി ആൻഡ് ഗവൺമെൻറ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത ബന്ധങ്ങളെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ദെൻ ദ ട്രെൻഡ്സ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ. കാലാകാലങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ എംപ്ലോയീസ് വെൽഫെയറിന് യാതൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അത് കഴിഞ്ഞ് ട്രേഡ് യൂണിയൻ്റെ വരവ്, അതിനുശേഷം ഇന്നത്തെ രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ രീതിയിൽ എംപ്ലോയീസിൻ്റെ ഗ്രീവൻസ് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ഗവൺമെൻറ് ഇടപെടൽ, അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു തലത്തിൽ ഈ മേഖലയിൽ മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതാണ് ട്രെൻഡ്സ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഒരു സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിന്, ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിന്, പ്രത്യേകിച്ച് തൊഴിലാളികളുടെ സഹകരണം നേടിയെടുത്തുകൊണ്ട് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, തൊഴിലാളികളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക, അച്ചടക്കം ഉറപ്പുവരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം നല്ല ഒരു പങ്ക് വഹിക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഓർ ദ ബെറ്റർ റിലേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ദ ട്രേഡ് യൂണിയൻ, ഗവൺമെൻറ്, എക്സെട്ര. So that is the first topic that we are studying, the concept of industrial relation and also the trends in industrial relations. Then comes trade unions, തൊഴിലാളി സംഘടനകൾ. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള തൊഴിലാളി സംഘടനകൾ ഇന്ന് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. INTUC, CITU, BMS എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യസ്ത സംഘടനകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡ് യൂണിയൻസിനെ സംബന്ധിച്ചാണ് അടുത്ത ടോപ്പിക്ക്. എന്താണ് ട്രേഡ് യൂണിയൻ, അതിൻ്റെ പ്രാധാന്യം എന്താണ്, എങ്ങനെ അത് രജിസ്റ്റർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു മോഡ്യൂളാണ്, ടോപ്പിക്കാണ് ട്രേഡ് യൂണിയൻസ് അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾ. ദെൻ കംസ് ദ കളക്റ്റീവ് ബാർഗൈനിങ്, കൂട്ടായ വിലപേശൽ. ഇപ്പോൾ വർക്കേഴ്സിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് കൂട്ടായ പ്രവർത്തനമാണ്. അപ്പോൾ ആ കൂട്ടായ വിലപേശൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രേഡ് യൂണിയൻസ്, അതാണ് കളക്റ്റീവ് ബാർഗൈനിങ്. അപ്പോൾ എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ പ്രൊസീജിയർ, കളക്റ്റീവ് ബാർഗൈനിങ് പ്രൊസീജിയർ, ദറ്റ് ഈസ് ദ നെക്സ്റ്റ് ടോപ്പിക്. ദെൻ കംസ് എംപ്ലോയി ഗ്രീവൻസ്, ജീവനക്കാരുടെ ആവലാതികൾ അല്ലെ പരാതികൾ എങ്ങനെ പരിഹരിക്കാം. ഒരു ഫാക്ടറിയിൽ എംപ്ലോയീസിന് വ്യത്യസ്ത തലത്തിലുള്ള പരാതികളുണ്ടാവാം. ആ പരാതികളെ സംബന്ധിച്ച കാര്യം, പരാതി സ്വീകരിക്കലും പരിഹരിക്കലും എല്ലാമാണ് എംപ്ലോയി ഗ്രീവൻസ് എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ദെൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ, അച്ചടക്കം ഏതൊരു മേഖലയിലും പ്രധാനപ്പെട്ടതാണ്, ഒരു ഫാക്ടറിയിലും ഉണ്ടാവണം. ഇൻഡസ്ട്രിയൽ മേഖലയിലും ഡിസിപ്ലിൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡിസിപ്ലിൻ എന്താണ്, ഇൻഡിസിപ്ലിൻ എന്താണ്, ഡിസിപ്ലിനറി ആക്ഷൻ എങ്ങനെ എടുക്കാം. അപ്പോൾ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സസ്പെൻഷൻ, അതുപോലെ ഡിസ്മിസൽ, തരം താഴ്ത്തൽ, ട്രാൻസ്ഫർ, പല നടപടികളും സ്വീകരിക്കേണ്ടി വരും. അതിനുമുമ്പ് അന്വേഷണം നടത്താം, എൻക്വയറി കമ്മീഷനെ വെക്കും, അന്വേഷണം നടത്തും, അവസാനം നടപടി സ്വീകരിക്കും. ചിലപ്പോൾ അദ്ദേഹം കുറ്റവാളി അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാധികം വിട്ടയക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ജോലിയിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നു വരാം. അപ്പോൾ ആ തരത്തിലുള്ള ഡിസിപ്ലിനറി പ്രൊസീജിയർ, അച്ചടക്ക നടപടി, പരാതിക്കാരൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കുക, അവസാനം നടപടി സ്വീകരിക്കൽ, അതാണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ. അച്ചടക്ക നടപടി സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ എംപ്ലോയി വെൽഫെയർ, തൊഴിലാളി ക്ഷേമം, എംപ്ലോയീസിൻ്റെ വെൽഫെയർ സംബന്ധിച്ച്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് മോഡ്യൂളിൽ പ്രധാനപ്പെട്ട കുറേയധികം ടോപ്പിക്സ് ആണുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന ഈ മോഡ്യൂളിൽ അതിൻ്റെ കൺസെപ്റ്റും ട്രെൻഡ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്സ്, ഒന്ന് ട്രേഡ് യൂണിയൻ, രണ്ട് കളക്റ്റീവ് ബാർഗൈനിങ്, ദെൻ എംപ്ലോയി ഗ്രീവൻസ്, ദെൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ ആൻഡ് ഓൾസോ എംപ്ലോയി വെൽഫെയർ. ശ്രദ്ധിക്കുക, ഏതൊരു വിഷയം പഠിക്കുമ്പോഴും, അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആയാലും മറ്റേതൊരു വിഷയമായാലും, അത് പഠിക്കാനുള്ള 3 അടിസ്ഥാന കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് സിലബസാണ്, 2 സ്റ്റഡി മെറ്റീരിയൽസാണ്, 3 സാമ്പിൾ ക്വസ്റ്റ്യൻസാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ സിലബസ് നമ്മൾ പരിചയപ്പെട്ടു, എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് കണ്ടു. അപ്പോൾ അതിൽ എന്തിനാണ് അങ്ങനെ സിലബസ് നോക്കുന്നത്, അതിനകത്ത് ഏതൊക്കെ നമ്മൾക്ക് നേരത്തെ അറിയാം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാഫിങ്ങിൽ, മാനേജ്മെൻറ്റിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ നോക്കുകയാണെങ്കിൽ സെൽഫ് സ്റ്റഡി നടത്താം, അല്ലെങ്കിൽ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് നമ്മൾ തരുന്ന ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിലും നേരത്തെയുള്ള അറിവ് വെച്ചും പഠിച്ചു പോകാൻ എളുപ്പമാണ്. അപ്പോൾ സിലബസ് നോക്കിയാൽ നമുക്ക് ഏതൊക്കെ നമ്മൾ പഠിച്ചു, ഏതൊക്കെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ അതെങ്ങനെ തരംതിരിച്ചിരിക്കും എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ സിലബസ് മനസ്സിലാക്കണം, അതിപ്പോൾ നമ്മൾ ചെയ്തു. ഇനി അടുത്ത ദിവസം അത് ഓർന്ന് പഠിച്ചു തുടങ്ങാം. രണ്ടാമത്തെ സ്റ്റഡി മെറ്റീരിയൽസാണ്. എന്താണ് സ്റ്റഡി മെറ്റീരിയൽ? നമ്മളിപ്പോൾ ഒരു വിഷയം പഠിക്കുമ്പോൾ അതിനനുബന്ധമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, റെഫറൻസ് ബുക്കുകൾ, ഗൈഡുകൾ മറ്റുമൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ സാധാരണ BCom ലെവലിലൊക്കെയുള്ള കോഴ്സുകൾക്കൊക്കെ ആണെങ്കിൽ, പേപ്പറുകൾക്കൊക്കെ ആണെങ്കിൽ
KG നായർ ട്രിവാൻഡ്രത്തുള്ള KG നായർ ഇറക്കിയിട്ടുള്ള ധാരാളം ബുക്സ് ഉണ്ട്. അത് മതി അവർക്ക് വേറെ ബുക്ക് റെഫർ ചെയ്തില്ലെങ്കിലും KG നായർ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ എഴുതാം. പക്ഷേ നിങ്ങളുടെ കേസിൽ ബുദ്ധിമുട്ടുള്ളത് BBAക്ക് വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ ബുക്സ് അധികം ഇറങ്ങിയിട്ടില്ല. ഉണ്ട്, പക്ഷേങ്കിൽ അതത്ര നിലവാരമുള്ളതല്ല പലതും. MG യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയും അതുപോലെ ചങ്ങനാശ്ശേരിയിലുള്ള ചില സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്കുകളുണ്ട്. അതൊക്കെ വാങ്ങിച്ച് നോക്കാമെങ്കിൽ പോലും പൂർണ്ണമായിട്ടും നമ്മൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന പുസ്തകങ്ങളല്ലാതെ. പിന്നെ യൂണിവേഴ്സിറ്റി തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് അതും ഒരു പരിധിവരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങളുടെ ലൈബ്രറിയിൽ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലൈബ്രറിയിൽ നല്ല ബുക്കുകളുണ്ടാവാം. അവിടെ പേഴ്സണൽ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ടാവും. നമുക്ക് നോക്കണം. അതിൻ്റെ പേരുകളെന്ന് അറിഞ്ഞാൽ അത് പെട്ടെന്ന് എടുത്ത് നോക്കാനും പരിചയപ്പെടാനും പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബുക്കുകൾ പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽ ഏതൊക്കെ മോഡിൽ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കണ്ടൻസിലേക്ക് ഞാൻ കിടക്കാനുള്ള സമയം നമുക്കില്ല. ജസ്റ്റ് ആ ബുക്കുകളൊന്ന് പരിചയപ്പെടും. അപ്പോൾ നിങ്ങൾ ലൈബ്രറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റാളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓൾഡ് ബുക്ക് സെല്ലേഴ്സിൻ്റെതൊക്കെ ബുക്ക് വാങ്ങിക്കാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ബുക്സ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നേരത്തെ MBAക്കോ BBAക്കോ കോമേഴ്സോ ഒക്കെ പഠിച്ചവരുണ്ട്, അവിടെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ആ ബുക്സ് ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന 4 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില ബുക്കുകളുണ്ട്. കാരണം നമ്മുടെ സിലബസ് അനുസരിച്ച് പുസ്തകങ്ങൾ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് 2 പ്രധാന ടെക്സ്റ്റുകൾ വെച്ചിട്ടായിരിക്കും. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള 2 പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളതല്ല, എങ്കിലും ഇന്ന് യൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്ന 2 പുസ്തകങ്ങൾ. ഒന്ന് ഒരു CB ഗുപ്തയുടെ ബുക്കാണ്. വളരെ നല്ല ടെക്സ്റ്റ് ബുക്കാണ് CB ഗുപ്തയുടേത്. ഒരു റെഫറൻസ് ബുക്കല്ല, ടെക്സ്റ്റ് ബുക്കായിട്ട് തന്നെ ഉപയോഗിക്കാം നിങ്ങൾക്ക്. സിലബസിൽ പറയുന്ന പോലെ തന്നെ റെഫറൻസ് ബുക്കുകളാണ്. ചില പോർഷൻസ് നോക്കാൻ വേണ്ടി റെഫർ ചെയ്യാമെന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് സിലബസിനെ ബേസിച്ച് പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. CB ഗുപ്തയുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ആൻഡ് കേസസ് എന്ന് പറഞ്ഞാൽ അല്പം വലിയ ബുക്കാണെങ്കിലും ഡൽഹിയിലുള്ള സുൽത്താൻ ചന്ദ് ആൻഡ് സൺസ് ഇറക്കുന്ന പുസ്തകമാണ്. അപ്പോൾ അത് CB ഗുപ്തയാണ്. കൊമേഴ്സിൻ്റെ പല പുസ്തകങ്ങളും വളരെ ഭംഗിയായിട്ട് ലളിതമായിട്ട് എഴുതിയിട്ടുള്ള CB ഗുപ്തയുടെ ബുക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഫ്രം സുൽത്താൻ ചന്ദ് ആൻഡ് സൺസ്. ഞാൻ അതിൻ്റെ കവർ പേജിൻ്റെ ഫോട്ടോ ഇട്ട് തരാം. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. എവിടെയെങ്കിലും ബുക്ക് സ്റ്റാളൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈബ്രറി തന്നെ ചെല്ലുമ്പോൾ ആദ്യം ഈ ബുക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ തരുന്ന നോട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നോട്ട്സ്, പ്രിൻ്റ് നോട്ട്സ് എന്ന് പറയുന്നതും ഈ ഒരു ബുക്കിനെ പ്രധാനമായിട്ടും ഇത് മാത്രമല്ല അതുകൂടെ ബേസ് ചെയ്തുള്ളതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ബുക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് CB ഗുപ്ത. അതുപോലെ മറ്റൊന്നാണ് SS ഖാങ്ക. ചന്ദൻ കമ്പനി എന്നറിയപ്പെടുന്ന മറ്റൊരു സ്ഥാപനം, ഡൽഹിയിലുള്ള തന്നെ സ്ഥാപനമാണ്. അവർ ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലെ ബുക്കുകളല്ല ഇത്, പക്ഷേ നമ്മുടെ സിലബസ് ഇതിനെ ബേസ് ചെയ്താണ്. 100% നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഈ 2 ബുക്കിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് CB ഗുപ്തയുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, 2 SS ഖാങ്കയുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ആൻഡ് കേസസ്. ഇപ്പോൾ രണ്ടിൻ്റെ പേരൊന്നു തന്നെയാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ആൻഡ് കേസസ്. SS ഖാങ്ക താരതമ്യേന ചെറിയ ബുക്കാണ്. ഒരാൾ അല്പം വലുതാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. രണ്ടിലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. രണ്ടിൻ്റെയും പ്രിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ടൊന്ന് വലുതും ചെറുതുമായിപ്പോയെന്നുള്ളൂ. നല്ല രീതിയിൽ ബോൾഡായിട്ടുള്ള പ്രിൻറ്റിങ്ങാണ്, വലിയ അക്ഷരങ്ങളിലാണ് നമ്മുടെ CB ഗുപ്തയുടെ ബുക്കിൽ. എന്നാൽ ചെറിയ ഫോണ്ടാണ് ഖാങ്കയുടെ ബുക്കിൽ. ഖാങ്ക ചന്ദൻ കമ്പനിയും CB ഗുപ്തയുടെ ബുക്ക് സുൽത്താൻ ചന്ദ് ആൻഡ് സൺസുമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല 2 ടെക്സ്റ്റ് ബുക്കുകൾ. രണ്ടിൻ്റെയും ഫ്രണ്ട് പേജിൻ്റെ കവർ പേജിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടേക്കാം. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും ബുക്കുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, MBAക്കൊക്കെ പോകുന്ന ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഈ ബുക്കുകളൊക്കെ വാങ്ങാൻ കുഴപ്പം. ഇതേ ബുക്ക് അവിടെ ഉപയോഗിക്കാം. ഇതേ ബുക്കുകൾ തന്നെ MCOM BA പോലുള്ള കോഴ്സുകൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ, ഇനിയുള്ള സ്വന്തം ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങളാണ് ഇത് രണ്ടും. നല്ല 2 ബുക്കാണ് CB ഗുപ്ത ആൻഡ് SS ഖാങ്ക. ഏറ്റവും പ്രധാനപ്പെട്ട 2 ബുക്കുകളാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയത്, CB ഗുപ്തയും അതുപോലെ തന്നെ SS ഖാങ്കയും. ഇതേപോലെ വേറെയും ചില ബുക്സ് ഉണ്ട്. അത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഞങ്ങളുടെ സിലബസിനകത്ത് ഇപ്പോൾ ഞാൻ ഈ പരിചയപ്പെടുത്തിയ സിലബസിൽ 3 കാര്യങ്ങൾ നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഒന്ന് അതിൻ്റെ ഓബ്ജക്റ്റീവ്, അത് നമ്മൾ കണ്ടു. പിന്നെ അതിൻ്റെ കണ്ടൻസാണ്, ഡിഫറെൻറ്റ് മോഡ്യൂൾസ് പറഞ്ഞിരിക്കുന്നതിൻ്റെ കണ്ടൻസാണ് നോക്കേണ്ട ഒരു കാര്യം. അതുകൂടാതെ പിന്നെ വരുന്നൊരു കാര്യമാണ് ബുക്സ് റെക്കമെൻഡ്. ഏതൊരു ടെക്സ്റ്റിലും ഏതൊരു സിലബസിലും പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റി ശുപാർശ ചെയ്യുന്ന, യൂണിവേഴ്സിറ്റി സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത് ചില ബുക്കുകളുടെ ബേസിലാണ്. അപ്പോൾ ആ ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കാം. സിലബസിൽ പറഞ്ഞ പുസ്തകങ്ങൾ 4 എണ്ണം. ഒന്ന് ഒരു അക്വിനാസിൻ്റെ ബുക്കാണ്. അക്വിനാസ് PG എഴുതിയ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന അക്വിനാസ് എന്ന ഓഥറിൻ്റെ ബുക്കാണ് PG അക്വിനാസ്. ആ ബുക്കിൻ്റെയും പിക്ചർ ഞാൻ അയച്ചു തരാം. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ലൈബ്രറി ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാം. അക്വിനാസ് PGയുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. രണ്ടാമത്തെ ഒരു റോബർട്ട് എൽ മാറ്റിസ് എഴുതിയിട്ടുള്ള പേഴ്സണൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ബുക്കിൻ്റെ പേര്.
പഴയ പേരും പുതിയ പേരോട് ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ പഴയ പേരാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്കാണ് റോബർട്ട് എൽ മാത്യൂസിൻ്റെ. നല്ലൊരു റെഫറൻസ് ബുക്കാണ് ഫോറിൻ ബുക്കാണ്, നല്ല റെഫറൻസ് ബുക്കാണ്, സ്റ്റാൻഡേർഡ് ബുക്കാണ് റോബർട്ട് എൽ മാത്യൂസിൻ്റെ പേഴ്സണൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. മറ്റൊന്ന് വളരെ നല്ല മറ്റൊരു പുസ്തകം, പേരല്പ വ്യത്യാസമാണ്, മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ്. ഇത് നമ്മൾ HR എന്ന് പറയുന്നത് തിരിച്ചാണ്. മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ് എന്ന പേര് കൊടുത്തിട്ട് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓഥറിൻ്റെ പേര് വൈനെ എഫ് കാഷ്യോ, WF കാഷ്യോ എന്നറിയപ്പെടുന്ന WAYNE ആണ്. വൈനെ എഫ് കാഷ്യോ തയ്യാറാക്കിയിട്ടുള്ള മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ് വളരെ നല്ലൊരു പുസ്തകം. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്, നല്ലൊരു റെഫറൻസ് ബുക്ക്. ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈബ്രറി ഉണ്ടാവാം, എടുത്ത് നോക്കുക. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് കിട്ടി അവിടെ പോയി ഈ കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ലൈബ്രറിയിൽ പോയാനൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ ഇത് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്കാണ്. ദറ്റ് ഈസ് ദ കാഷ്യോയുടെ മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ദെൻ നെക്സ്റ്റ് വൺ, ഇതുവരെ പറഞ്ഞ 3 ഫോറിൻ ഓതേഴ്സിൻ്റെ ആണ്. ഇതിപ്പോൾ ഒരു ഇന്ത്യൻ ഓതറാണ്, ബിശ്വനാഥ് ഘോഷിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ 4 ബുക്കാണ് നമ്മുടെ സിലബസിൽ പരാമർശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സിലബസ് അനുസരിച്ച് യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്ത 4 ബുക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 ബുക്കാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഞാനെന്നല്ല, ഏതൊരു നല്ല HR സംബന്ധിച്ച വിഷയം പഠിക്കാൻ വേണ്ടി നല്ല അധ്യാപകർ ആര് സജസ്റ്റ് ചെയ്താലും പറയുന്ന 2 പുസ്തകങ്ങളാണ് CB ഗുപ്തയും SS കാങ്കയും. ഒപ്പം ഉള്ളതാണ് ഞാനീ പറഞ്ഞ അക്വിനാസ്, റോബർട്ട് എൽ മാത്യൂസ്, കാഷ്യോ ആൻഡ് ഓൾസോ ബിശ്വനാഥ് ഘോഷ്. ഇതല്ലാതെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാങ്കായുടെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ CB ഗുപ്തയുടെ ഒപ്പം നിൽക്കുന്ന PG ലെവലിൽ ഉപയോഗിക്കാവുന്ന വേറെ 2 കൂടെ ഞാൻ പറയാം. ഒന്ന് അശ്വത്ഥാപ്പ എന്ന് പറയുന്ന ഓഥർ എഴുതിയ അശ്വത്ഥാപ്പയുടെ ബുക്കാണ്. അശ്വത്ഥാപ്പ എഴുതിയിട്ടുള്ള HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ബൈ അശ്വത്ഥാപ്പ. അല്ല മറ്റൊരു VSP റാവു, വളരെ നല്ല ബുക്കാണ് അത്. VSP റാവുവിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതുപോലെ മറ്റു സുബ്ബറാവു, സീമ സംഗി തുടങ്ങിയിട്ടുള്ള ആതേഴ്സിൻ്റെ ബുക്കുകളും വേണമെങ്കിൽ നോക്കാം. എങ്കിൽ ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞത് തന്നെയാണ് SS കാങ്ക ആൻഡ് CB ഗുപ്ത. ഒപ്പം നിൽക്കുന്ന 2 ഇപ്പോൾ പറഞ്ഞ അശ്വത്ഥാപ്പ ആൻഡ് VSP റാവു. കൂടാതെ മറ്റു റെഫറൻസ് ബുക്കാണ് സുബ്ബറാവുവും സീമ എസ് അല്ലെങ്കിൽ സീമ സാങ്കി എന്നറിയപ്പെടുന്ന ഓഥർ എഴുതിയ പുസ്തകങ്ങൾ. അപ്പോൾ ഇത്രയാണ് റെഫറൻസ് ബുക്കുകൾ. ഈ ഓരോന്നിൻ്റെയും കവർ പേജ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇട്ടുതരാം. അത് നോക്കിയിട്ട് അതിലേതെങ്കിലും ഒരു പുസ്തകങ്ങളും ലൈബ്രറി ഒന്നെങ്കിലും റെഫർ ചെയ്യാൻ ശ്രമിക്കണം. ഒന്നിൽ കൂടുതൽ നോക്കി അസൈൻമെൻറ്റൊക്കെ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയാൽ അത് റെഫർ ചെയ്യാം. അതിൻ്റെ അവസാനം കുറേ ബുക്സിൻ്റെ പേര് കൊടുത്തിട്ട് അത് നോക്കാം. അപ്പോൾ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന 4 പുസ്തകങ്ങളും, അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ 5 പുസ്തകങ്ങളോട് നോക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒന്ന്, പ്രത്യേകിച്ച് ഞാൻ പറയാം SS കാങ്കായോ CB ഗുപ്തയോ അശ്വത്ഥാപ്പയോ VSP റാവോ ഒക്കെ വാങ്ങിക്കാം. പൈസ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൈസയുടെ ലഭ്യത അനുസരിച്ച് വീട്ടിൽ പറഞ്ഞിട്ട് വേണമെങ്കിൽ അത് വാങ്ങാം. പക്ഷേ പ്രത്യേകം അത് വാങ്ങുന്നവർ PG കൂടെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏറെ പ്രയോജനകരമായിരിക്കും, ഡബിൾ ബെനിഫിറ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 3 കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി: ഒബ്ജക്റ്റീവ്സ്, മോഡ്യൂൾസ് പ്ലസ് ദ റെക്കമെൻഡഡ് ബുക്സ്. അപ്പോൾ നാളെ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് പഠിച്ചു തുടങ്ങാം. വാട്ട് ഈസ് HR ആൻഡ് വാട്ട് ഈസ് HRM. HR എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഇൻട്രൊഡക്ഷൻ രീതിയിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.